ഹലോ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫോൺ പോയിരിക്കുകയായിരുന്നു. അതാണ് ഈ അടുത്തൊന്നും എന്നെ ഈ പരിസരത്ത് കാണാതിരുന്നത്. ഓണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് സാരി എടുക്കാൻ വരുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്. അതിനകത്ത് ഒരു ചേച്ചിയുടെ സാരിയാണ് ഈ പ്ലീറ്റ്സ് എടുക്കുന്നത്. ഞാൻ തലേദിവസം സാരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കാറാണുള്ളത്. ഇത് നല്ലൊരു നെറ്റ് ഇഷ്യൂ സാരിയായിരുന്നു. ഇതിപ്പോൾ പ്ലീറ്റ്സ് എടുത്ത് കറക്റ്റ് തേച്ച് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പറന്നിരിക്കും. അതുകൊണ്ട് നല്ല ഒതുക്കി തന്നെ തേക്കണം. ഇതേ സാരി തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ എടുത്ത അതേ പ്ലീറ്റ്സിൻ്റെ മാർക്കുള്ളതുകൊണ്ട് എനിക്ക് ഇത്തവണ പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ വേഗം തന്നെ പ്ലീറ്റ്സ് എടുത്ത് തീർത്തു. ഇനി അതൊന്ന് ഫുൾ സാരി അയൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ആ ചേച്ചി അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് റെഡി ആവാൻ വരാറ്. ഇനി ഒന്ന് തേച്ചും കൂടെ വെച്ചാൽ നമ്മുടെ ഈ സാരിയുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് തേച്ച് വെച്ചു. തേച്ച് ഇങ്ങനെ ഹാങ്കറിലാക്കി ഇട്ടു. പ്ലീറ്റ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പിക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഉടുപ്പിക്കും. പിന്നെ ഇതാ ഈ വന്നതാണ് എൻ്റെ അനിയത്തി. ഇതാ ചിരിച്ചുകൊണ്ട് വരുന്നത് കണ്ടില്ലേ? ആ കൂട് നിറച്ച് എനിക്കുള്ള പണിയാണ്. ഇവൾക്ക് നാളെ കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ റെഡിയാവാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ആൾക്ക് മെഹന്തിയൊക്കെ ഇടാനുണ്ടായിരുന്നു. രാത്രി തന്നെ ഇരുന്ന് മെഹന്തിയൊക്കെ ഇട്ടു. എൻ്റെ ചേച്ചി നന്നായിട്ട് തന്നെ മെഹന്തി ഇടും. മെഹന്തി ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഈ കയ്യിൽ ഞാനിട്ടു, അപ്പുറത്തെ കയ്യിൽ എൻ്റെ ചേച്ചി ഇട്ടു. പിന്നെ ആളുടെ ധാവണിയുടെ ദുപ്പട്ടയാണിത്. ഇത് അയൺ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. എനിക്ക് ഈ ദുപ്പട്ടയുടെ മെറ്റീരിയൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് പ്ലീറ്റ്സ് എടുത്തിട്ട് മര്യാദയ്ക്ക് വരുന്ന പോലും ഇല്ലായിരുന്നു. ഈ ദുപ്പട്ടയുടെ സൈഡിൽ വന്നിരിക്കുന്ന വർക്ക് കണ്ടോ? അത് ഈ തുണിയായിട്ട് തന്നെ പിടിച്ചിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ കൊളുത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്ലീറ്റ്സ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയെങ്കിലും ഞാൻ വേഗം എടുത്ത് തീർത്തു. ഇല്ലെങ്കിൽ വേഗം എടുത്ത് തീർത്തില്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആവും ഇതിൽ കിടക്കാനായിട്ട്. നാളെ ഏർലി മോർണിംഗ് എണീക്കാനുള്ളതുകൊണ്ട്. അപ്പം ഇത് ഞാൻ വേഗം പ്ലീറ്റ്സ് എടുത്ത് തീർത്തു. ഇത് പിന്നെ എത്ര തേച്ചാലും ഒതുങ്ങി കിടക്കാത്തൊരു ദുപ്പട്ടയായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് തേച്ചിട്ടും അത് ഒരു ഒതുക്കം കിട്ടാത്ത പോലെ കിടക്കുകയായിരുന്നു. പിന്നെ ഇതാണ് ആളുടെ സ്കേർട്ട് വന്നിട്ട്, ഇതാണ് ബ്ലൗസ്. ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടാണ് ദേ ആ ദുപ്പട്ട വരുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് തേച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കിടക്കാൻ. അപ്പോൾ ഇന്നിനി അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.